റനയെ കയറി പിടിക്കാൻ പോയിട്ട് ആര്യൻ ന്യായം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കട്ടിലിൽ വന്ന് കിടന്നത് എന്തിന്? അതുകൊണ്ടല്ലേ ഇത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, കട്ടിലിൽ കയറി കിടന്ന ഈ ആര്യൻ പിടിക്കാനായിട്ട് പോവോ? എനിക്കത് കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തിനാണ് ആ വീട്ടിലെ ആണുങ്ങളൊക്കെ നിൽക്കുന്നതെന്ന് തോന്നിപ്പോയി. ഈ ആര്യൻ്റെ ഉദ്ദേശം ഒരുപക്ഷെ ശരിയായിരിക്കും. ഈ പറഞ്ഞ പോലെ ആര്യൻ്റെ ഭാഗത്ത് ന്യായം ഉണ്ടായിരിക്കും. പക്ഷെ ആര്യൻ്റെ നാക്ക് ഭയങ്കര പ്രശ്നമാണ്. ആര്യൻ പറയുന്നില്ല മൈ ബോസ് സിനിമയിലെ പോലെയാണ്, എൻ്റെ കട്ടിലിൽ കയറി കിടന്നാൽ ഞാൻ പിടിക്കും, എൻ്റെ കട്ടിലിൽ എന്ത് കിടന്നാലും ഞാൻ പിടിക്കും. ആ ലെവലിലാണ് ഇവൻ്റെ സംസാരം. ഒട്ടും അത് ശരിയുള്ള ഒരു പരിപാടിയല്ല ആര്യൻ. വളരെ മോശമാണ്, വളരെ തരം താഴ്ന്ന വിലയാണ്. നിങ്ങൾ ചിലപ്പോൾ മനസ്സിൽ പോലും ഉദ്ദേശിച്ച് കാണത്തില്ല. പക്ഷെ ഇത് നിങ്ങളുടെ നാക്ക് കാരണം അങ്ങനെ തന്നെ പുറത്തു വരും. ഇന്ന് റന അതിൻ്റെ പേരിൽ കിടന്ന് അവിടെ കിടന്ന് വഴക്കുണ്ടാക്കുമ്പോഴാണ് ഈ പറഞ്ഞ വീട്ടുകാർ മൊത്തം ഈ കാര്യം അറിയുന്നുണ്ട്. ആദ്യം റനയുടെ കൂടെ നിൽക്കുന്നു, പിന്നെ ആര്യൻ്റെ കൂടെ നിൽക്കുന്നു. വീട്ടുകാരെ എന്നെ കൈ ഒഴിഞ്ഞിട്ട് പോയി മൂതുക്കാടി നടക്കുകയാണ്. അനീഷ് എടുത്തിട്ട് ആര്യനെ കുടഞ്ഞു വാരുന്നുണ്ട്. അക്ബർ അപ്പുറവും നിൽക്കുന്നു, ഇപ്പുറവും നിൽക്കുന്നു. ആര്യൻ്റെ ഭാഗത്താണ് ശരിയെന്ന് പറയുന്നു. ഈ ജിസേൽ മമ്മി, ആര്യൻ്റെ ജിസേൽ മമ്മി, ജിസേൽ ഒരു പെണ്ണല്ലേ? ഞാൻ അതാണ് ചോദിക്കുന്നത്, ഒരു പെണ്ണല്ലേ? ആര്യനെ ഇങ്ങനെ എന്തിനാണ് മൂഡ് താങ്ങുന്നത് നിങ്ങൾക്ക് വേറെ ഒരു പണിയുമില്ല ജിസേലെ? എന്തോ ഒരു മൂഡ് താങ്ങലാണ്. നിങ്ങൾ ഇന്ന് വരെ ആര്യന് എഗെയിൻസ്റ്റ് 42 ദിവസമായി എന്തെങ്കിലും ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ടോ? ഒന്നും നിങ്ങൾ പറയത്തില്ല. നിങ്ങൾ മമ്മിയായിട്ട് പാലും ബീറ്റിങ് കൊടുത്ത് അവിടെ ഇട്ട് ഇങ്ങനെ വളർത്തുക. കൊള്ളാം. എന്തായാലും ലൈവിൽ എന്താ നടന്നതെന്ന് അറിയണ്ടേ? പറയാം. രാവിലെ 9 മണി മുതൽ 10:30 വരെയുള്ള അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. റന ഈ കാര്യം ആര്യൻ്റെ അടുത്ത് പോയി പേഴ്സണലി ബാത്റൂമിൽ നിൽക്കുമ്പോൾ പറയാണ്, ആര്യ ഈ പറഞ്ഞതുപോലെ നീ അന്നേരം ചെയ്ത് നിനക്ക് എന്തെങ്കിലും എനിക്ക് ഭയങ്കര എന്താ പറയുക അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തു. അപ്പൊ ആര്യൻ, ഞാൻ ടച്ച് ചെയ്തില്ലല്ലോ, ഞാൻ ടച്ച് ചെയ്തോ ഇല്ലല്ലോ. അപ്പൊ റന, എനിക്ക് ഒരു പേഴ്സണൽ ബൗണ്ടറി ഉണ്ടല്ലോ, ആ പേഴ്സണൽ ബൗണ്ടറി കഴിഞ്ഞാണ് നീ വന്നത്, നീ ടച്ച് ചെയ്തു എന്നുള്ള കാര്യം ഞാനും പറഞ്ഞിട്ടില്ല. അപ്പൊ ആര്യൻ, നീ പ്രശ്നം ഉണ്ടാക്ക്, എല്ലാവരും വിളിച്ചറിയിക്ക്, എല്ലാവരും അറിയട്ടെ. അപ്പോഴേ റന പറയണേ, എനിക്ക് എല്ലാവരെയും വിളിച്ചറിയിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരത്തെ ചെയ്യാമായിരുന്നു. ഇത് പുറത്ത് പ്രശ്നമാവരുതെന്ന് കരുതിയിട്ടാണ് ഞാൻ വന്ന് നിന്റെ അടുത്ത് സംസാരിക്കുന്നത്. നിനക്ക് തെറ്റായിട്ട് തോന്നിയില്ല ആര്യ? എനിക്കത് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നി. അപ്പൊ ആര്യൻ, എൻ്റെ വീട്ടിൽ നീ എന്തിനാണ് 3 മണിക്ക് വന്ന് കിടന്നത്? പറയേ, എന്തിനാണ് നീ ഒന്ന് കിടന്നത്? അതുകൊണ്ടല്ലേ? പിന്നെ മസ്താനെ പോലെ നീ ചീപ്പ് ഗെയിം കളിക്കല്ലേ എന്നിങ്ങനെ ആര്യൻ പറയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവൻ എന്തൊക്കെയാണ് വിളിച്ചവർ പറയുന്നത്? എൻ്റെ ബെഡിൽ നീ 3 മണിക്ക് വന്ന് കിടക്കല്ലേ എന്ന്. ഇവിടെ ബിഗ് ബോസ് അവർക്ക് ഇനി കട്ടിലോ മെത്തയോ അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനമല്ല. ഇവിടെ എന്ത് കൊടുത്തു കഴിഞ്ഞാലും അവിടെ ആർക്ക് പോവുകയും ചെയ്യാം, ഇരിക്കുകയും ചെയ്യാം. പേഴ്സണൽ സ്പേസ് ഒക്കെ തന്നെയാണ്. ഓക്കെ, ഞാൻ കിടക്കാൻ വരുമ്പോൾ എൻ്റെ ബെഡിൽ ഒരു പെണ്ണ് കയറി കിടന്നെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പിടിക്കുമോ? അതെന്ത് ന്യായമാണത്? അവിടെ എഴുന്നേറ്റ് പോകാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കയറി കിടക്കുമോ? അതിനകത്ത് റന വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട് ഇവൻ ഇങ്ങനെ കിടക്കുവാണ്. ഞാൻ തമ്പനയിൽ വെച്ചിരിക്കുന്ന പോലെ തന്നെ അങ്ങനെ കിടക്കുവാണ്. ആ കൊച്ചു പേടിക്കത്തില്ലേ? ഒരു വിവരവും ബോധവും ഇല്ലേ? ചെയ്തതാ പോട്ട്, ചെയ്തത് നമുക്ക് പിന്നെ കളയാം. ഇതിനെ കിടന്ന് ഈ ചേറ്റ വർത്താനം ന്യായീകരിക്കുന്ന എന്ത് പരിപാടിയാണ് ഈ ആരും കാണിക്കുന്നത്? അപ്പൊ റനയ്ക്ക് ഇങ്ങനെ പറയുമ്പം മസ്താനയുടെ വിഷയമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഫീൽ ആവുന്നു. റന വന്ന് എല്ലാവരും കേൾക്കുക, നീ എൻ്റെ അടുത്ത് കാണിച്ച തെറ്റാണെന്ന് പറയുന്നു. അപ്പോഴത്തേക്ക് ബിന്നി അന്നേരം നീ അത് കാണിച്ച തെറ്റാണ്, ഞാനും കണ്ടതാണെന്ന് പറയുന്നു. നെവിൻ സപ്പോർട്ടാണ്. നെവിൻ ആരനെ എനിക്കത് തോന്നിയൊന്നുമില്ല, എനിക്കത് തോന്നാനെന്ന് പറഞ്ഞുകൊണ്ട് നെവിൻ ഇരിക്കുവാണ്. അപ്പൊ ആര്യൻ, ബിന്നി നീ ആവശ്യമില്ലാത്ത കാര്യം പറയരുത് കേട്ടോ റന, യു ആർ മേക്കിംഗ് എ F***K ഡ്രാമ. വീണ്ടും ചീത്ത വിളിക്കുകയാണ് ഇതിനകത്ത് വന്നിട്ട്. അപ്പൊ ബിന്നി പറഞ്ഞു, ഇത് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല ആര്യൻ. അപ്പം ജിസേലെ, എൻ്റെ പറ്റി അയ്യോ ഇവൾ എന്തിനാണ് ബെഡി കിടന്നത്? ഇവള് ബെഡി കിടന്നത് എന്തിനാണ്? നമ്മുടെ ബ്ലഡില്ലേ, ഇവള് കിടന്നത് എന്തിന് എന്ന് ജിസേല ചോദിക്കുന്നു. അപ്പം റനയ്ക്ക് ഇത്രയും കേൾക്കുമ്പോൾ റനയ്ക്ക് ഭയങ്കര വിഷമമായി. റന അങ്ങോട്ട് പൊട്ടി കരയാൻ തുടങ്ങുന്നു. ആണുങ്ങളെല്ലാം കൂടി പെങ്ങളൊട്ടി വരികയാണ്. അക്ബർ, അനീഷ്, ജിഷിന് എല്ലാവരും കൂടെ വന്ന് ചോദിക്കുന്നു എന്താണ് റന കാര്യം. അപ്പൊ റന നടന്ന കാര്യം പറയുന്നു. അപ്പൊ എല്ലാവരും കൂടെ നേരെ ആര്യൻ്റെ അടുത്ത് പോയി ചോദിക്കുന്നു. അപ്പൊ ആര്യൻ പറയാണ്, ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ ബെഡിൽ വന്ന് കിടന്നതിനാണ്, 3 മണിക്ക് വന്ന് കിടന്നതിനാണ്, ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. ഇവള് വെറുതെ ഡ്രാമ ഉണ്ടാക്കുന്നതാണ്, കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇവള് പറയാണ്. ഇവിടെ 2-3 ദിവസം മുന്നേ പറഞ്ഞായിരുന്നു ഒരു വലിയ പ്രശ്നം ഞാൻ ഉണ്ടാക്കുന്നു, അതിനു വേണ്ടി പറയുന്നതാണ് ഇവള്. അപ്പൊ അക്ബർ, നീ മസ്താനിയുടെ കേസുമായിട്ട് കമ്പയർ ചെയ്താണ് നമുക്ക് വിഷയമായത്. നീ അങ്ങനെ ചെയ്ത കാര്യം ഓക്കെ, ഒരു സോറി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീരും, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ സംസാരിച്ച് കഴിഞ്ഞാൽ തീരും. പക്ഷെ അതല്ല, ഇവിടെ നിന്റെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്കും നീ പറഞ്ഞ കാര്യം മസ്താനിയുമായിട്ട് കമ്പയർ ചെയ്തു, കട്ടിലിൽ കയറി കിടന്നു കഴിഞ്ഞാൽ ആ ഒരു രീതിയിലാണ് നീ സംസാരിച്ചത്. അപ്പൊ ജിസേല് റനെ എതിർത്തോണ്ടിരിക്കാൻ ഫണ്ണായിട്ട് ചെയ്തായിരിക്കും, ഫണ്ണായിട്ട്. അപ്പൊ റന, നീ ഒരു പെണ്ണല്ലേ,
നീ ഒരു പെണ്ണായിട്ടാണ് നീ ഇങ്ങനെ പറയുന്നത്. മുഴുവൻ നീ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാണല്ലോ മുഴുവൻ. അപ്പം ഞാൻ എന്തിന് നമ്മുടെ ബെഡിൽ അവൾ എന്തിനാണ് വന്ന് കിടന്നത്? അപ്പൊ ജിസേലും ആരെയും ഞാൻ ആലോചിക്കട്ടെ, ജിസേലിന്റെ ഒരു സ്റ്റാൻഡേർഡാണ് ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ, നിങ്ങൾ നോർത്തിൽ ജനിച്ചു വളർന്ന ആളാണ്, ഇതൊന്നും നിങ്ങൾക്ക് വലിയ പ്രശ്നമുള്ള കാര്യം ആയിരിക്കത്തില്ല. ഇത് വിഷയം ഞാൻ പറഞ്ഞല്ലോ, ആരും ചെയ്തതിനോട് ഞാൻ ഇപ്പോഴും തെറ്റ് പറയുന്നില്ല. പെട്ടെന്ന് ആരും ചിലപ്പോൾ നല്ല ഇന്റൻഷനോട് കൂടി ചെയ്തായിരിക്കാം. പക്ഷേ ഇവിടെ ആരും ന്യായീകരിക്കുന്നത് നോക്കി. എൻ്റെ ബെഡിൽ വന്ന് കിടന്ന എന്തിന്? കിടന്നു കഴിഞ്ഞാൽ പിടിക്കുവോ? കിടന്നു കഴിഞ്ഞാൽ പിടിക്കാൻ പോവോ? ഞാൻ അതാണ് ചോദിക്കുന്നത്. വളരെ ചെറ്റ പരിപാടി കാണിക്കുന്നത്. സത്യം ഈ ബിഗ് ബോസ് സീസൺ 7 മൊത്തം തീട്ട കേസ്. എങ്ങനെ പറയാതിരിക്കുന്നത് എനിക്കറിയില്ല. എങ്ങനെ പറയാതിരിക്കും? മൊത്തം ഇമാതിരി. ആ ലാലേട്ടനെ പോലെ ഉള്ള ഒരാള് വന്നത് കഴിഞ്ഞ അങ്ങേയാഴ്ച പുതപ്പ് പൊക്കിയ കേസ്, ഇന്നലെ വന്ന് അവിഹിതം പറഞ്ഞ കേസ്, ഇതൊക്കെയാണ് ലാലേട്ടൻ വന്ന് ചോദിക്കുന്നത്. ഇന്നതാ കയറി പിടിക്കാൻ പോയ കേസ്. ഞാൻ ഇതൊക്കെ ആലോചിക്കും. ലാലേട്ടൻ മിക്കവാറും ഇട്ടിട്ട് പോകും. ഇങ്ങനെയാണ് എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ചോദിക്കുന്നേ. ജിസേലിന്റെ അടുത്ത് വീണ്ടും റന ചോദിക്കുന്നത്, നീ പെണ്ണല്ലേ? അപ്പൊ അനീഷ് ജീവിതത്തിൽ മുഴുവൻ കള്ളങ്ങളല്ലാതെ ഒന്നും തന്നെ നീ പറഞ്ഞിട്ടില്ല ആര്യൻ. വന്ന അന്ന് മുതൽ തുടങ്ങിയതാണ് നിന്റെ കള്ളത്തരം. നീ ഒരു കള്ളനാണ് ആര്യൻ. പടാ. ജിസേല് ആര്യനെ മുതുക്കായിട്ട് സപ്പോർട്ടാണ്. ഞാൻ അവനോട് സോറി പറയാം. ഞാൻ സോറി പറയാം. അക്ബർ ആര്യന്റെ ഭാഗം കേൾക്കുന്നു. ആര്യൻ പറയുന്ന മറ്റേ സാധനം എന്താ, ഇവള് 3 ദിവസം മുന്നേ ഡ്രാമ ഉണ്ടാക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആര്യന്റെ കൂടെ നിൽക്കുകയാണ്. റെനയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നു. അപ്പൊ അല്ലെ അമ്മ സത്യമാണ് ഞാൻ പറയുന്നത്, അവളങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പൊ റെന പറയാണ്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ ആര്യന്റെ അടുത്ത് ജിസേലും മമ്മി പോയി ആര് പറഞ്ഞിട്ടും ആര്യൻ സോറിക്ക് അടുക്കുന്നില്ല. ജിസേലും മമ്മി പാലും തീറ്റിയും കൊടുത്ത് വളർത്തുന്ന ജിസേലും മമ്മി വന്ന് പറയുന്നു, സോറി പറ ആര്യൻ. അപ്പം ആര്യൻ, if you felt uncomfortable then I have to make a sorry. എന്റെ ഇന്റൻഷൻ പക്ഷെ അതല്ല, നിനക്ക് അറിയുന്നുള്ളതാണ്. 3 ദിവസം മുമ്പ് ഇവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോ റെന പറയണം, ഞാൻ ഈ കാര്യം പറഞ്ഞായിരിക്കുമോ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഈ കാര്യം പറഞ്ഞ് ഞാൻ പ്രശ്നം ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ വീണ്ടും വഴക്ക് നടക്കുവാണ്. സോറി പറഞ്ഞിട്ട് വീണ്ടും മസ്താനിയെ പോലെ ചീപ്പ് ഗെയിം കളിക്കുന്നു എന്നുള്ള കാര്യം എടുത്തിരുന്നു. ശരിക്കും ഇതിനകത്ത് റെനയുടെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെനയുടെ ഭാഗത്ത് ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. കാരണം റെന ഈ കാര്യം ക്ലിയർ ആക്കാൻ പേഴ്സണലി ആണ് ആരുടെ അടുത്ത് സംസാരിക്കാൻ പോയത്. ഇത് ഒരാളടുത്ത് നൂറയുടെ അടുത്ത് പറഞ്ഞു. ഇത് നൂറ വന്ന് ആരുടെ അടുത്ത് കുട്ടിക്കുറച്ചിക്കാണെന്ന് നിന്നില്ല. ഈ സെയിം കാര്യം പോയി ആരൻ്റെ സംസാരിക്കാൻ പോയി. ആരനാണ് ഇതിനാണെന്ന് വഷളാക്കി. ആരൻ്റെ നാക്ക് ശരിയല്ല. പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോട് ഞാൻ ഒട്ടുമേ യോജിക്കുന്നില്ല. ഇതിനകത്ത് എൻ്റെ വ്യൂവേഴ്സ് ഇതിപ്പം ആണിനെ പെണ്ണിനെ ഈക്വൽ ആയിട്ട് കാണണം. പക്ഷേ ഈ പറഞ്ഞ ആരൻ ഇവിടെ പറയുന്ന ഡയലോഗുകൾ, ആരൻ ചെയ്യുന്ന ചിലപ്പോൾ ഒരു പക്ഷെ ചിന്തിച്ച് എനിക്ക് വീണ്ടും ഇത് കാലി പൊളക്കാണ് എനിക്കിത് കാണുമ്പോൾ. കാരണം കട്ടിൽ കയറി കിടന്നാൽ പിടിക്കുമോ? ഞാൻ അതാണ് ചോദിക്കുന്നത്. അങ്ങനെ പോവോ? കൊള്ളാമല്ലോ ഇത്. ഇവിടെ നിങ്ങൾക്ക് ആരും പേഴ്സണൽ സ്വത്ത് എഴുതി തന്നിട്ടില്ല. നിങ്ങൾക്ക് നല്ല ആർക്കും എഴുതി കൊടുത്തിട്ടില്ല. ആർക്കും എവിടെ വേണമെങ്കിലും കയറിയിരിക്കാം. ഓക്കെ, അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ.